ഗോട്ട് ലൈഫിന് ശേഷം ഇങ്ങനെ ഒരു പടം വേണോ എന്റെ പൊന്ന് രാജുവേട്ട എന്ന് പറഞ്ഞിരുന്ന ആൾക്കാരുടെ വായ അടപ്പിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് ഈ പടം ചെയ്തു വെച്ചിരിക്കുന്നത്. ഹ്യൂമർ അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു USP എന്ന് പറയുന്നത് പൃഥ്വിരാജ് ബേസിൽ കോംബോ തന്നെയാണ്. ആ കോംബോ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. രണ്ട് അളിയന്മാര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ബ്യൂട്ടിഫുൾ ജേർണിയാണ് ഈ സിനിമ. അത് വളരെയധികം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഡയറക്ടറിനെയും കിട്ടി എന്ന് വേണം പറയാൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയില് സെക്കൻഡ് ഹാഫ് ഒരു ഭയങ്കര റിസ്ക് എടുത്ത് ചെയ്തതുപോലെ എനിക്ക് തോന്നി. കാരണം സാധാരണ രീതിയിൽ നമ്മുടെ മലയാളം സിനിമയില് സ്ലാപ്സ്റ്റിക് കോമഡി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നതാണ്. കാരണം വെട്ടം, CID മൂസ, ഈ വക പരിപാടികൾ നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ കുറെ കാലമായിട്ട് ഈ ഒരു ജോൺറയില് നല്ല ഒരു പറയത്തക്ക ഒരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ഈ പടത്തിന്റെ എസ്പെഷ്യലി ദ സെക്കൻഡ് ഹാഫ് നല്ല അടിപൊളിയായിട്ട് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് നല്ല ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുന്ന ആ ഒരു പരിപാടി നല്ല അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സ്ലാപ്സ്റ്റിക് കോമഡി എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആലോചിച്ചറിയാവുന്നേ ഉള്ളൂ. വെട്ടത്തിന്റെ ഒക്കെ ഒരു ക്ലൈമാക്സ് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ CID മൂസയുടെ ഒക്കെ ഒരു രീതി ചിന്തിച്ചാൽ മതി. അതാണ് സ്ലാപ്സ്റ്റിക് കോമഡി. അതായത് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയിട്ട് അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു, എന്നാൽ ഇതിന്റെ ഇടയിൽ കൂടെ കഥ പറയുകയും വേണം. ബേസിക്കലി ഓവർ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമർ. ഈ പരിപാടി നല്ല അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് ടുവേർഡ്സ് ദ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും സിനിമയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും ഈ ഗുരുവായൂരിന്റെ അമ്പലനടയിലുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ചില ഹ്യൂമറൊക്കെ പഴയ മൂവി റെഫറൻസസ് ഒക്കെയാണ്. ഐ എം ടെലിങ് യു ഗൈസ്, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. 100% കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. ഓരോ സിനാരിയോ ചിന്തിക്കുമ്പോഴും നമുക്ക് ഇരുന്ന് ചിരിക്കാനുള്ളതുണ്ട്. അത് മാത്രമല്ല, ഇനിയിപ്പോ കുറെ കാലത്തേക്ക് ഈ സിനിമയിലെ കുറെ ഡയലോഗുകൾ വളരെയധികം നമ്മുടെ നോർമൽ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരും എന്നുള്ളതിനും യാതൊരു സംശയമില്ല. മലയാളിയുടെ സ്വഭാവമാണല്ലോ. ഇതൊരു വൻ പടം തന്നെയാണ്. ഇത് നല്ല രീതിയിൽ വിജയിക്കുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു ജോൺറയിൽ ഇപ്പൊ ആർക്ക് വേണേലും പോയിരുന്ന് കണ്ട് രസിക്കാം എന്നുള്ളത് തന്നെയാണ്. ഒരു ഹ്യൂജ് സ്ട്രെസ് ബസ്റ്റർ എന്ന് തന്നെ വേണം പറയാൻ. അതായത് നമ്മൾ കുത്തിയിരുന്ന് തലയ്ക്ക് വട്ടൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പറ്റിയ പടം. പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു വേറൊരു ഗുണം എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ, സിനിമ സ്ട്രെയിറ്റിനാണ്. അതായത് നമ്മൾ ഒരു ഡിലേ ഇല്ലാതെ, ഒരു ലാഗ് ഇല്ലാതെ സ്ട്രെയിറ്റ് ഇൻ ടു ദ സ്റ്റോറി ഫസ്റ്റ് മുതൽക്ക്. ബേസിൽ ജോസഫിനെ കാണിക്കുന്ന രീതി, ഹൗ ഹീസ്, പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ, പിന്നെ ഇതിലെ എഡിറ്റിംഗ് എനിക്ക് എടുത്ത് പറയണം. പല സിറ്റുവേഷൻസിലും ഒരു 4, 5, 10 സീനായിട്ട് കാണിക്കേണ്ട സാധനമൊക്കെ ഒരൊറ്റ സീനിലേക്ക് കൊണ്ടുവന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഷട്ടപ്പട്ടേന്ന് ചെയ്തു പോയിട്ടുണ്ട്. അത് എഡിറ്ററിന്റെ ഗുണം മാത്രമല്ല, ഐ തിങ്ക് ദ ഡയറക്ടർ ഓൾസോ ഹാസ് എ വിഷൻ ഫോർ ദിസ് മൂവി. അതുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ രോമാഞ്ചത്തില് പിന്നെ വരുന്ന 2-3 കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഉണ്ട്. അതൊക്കെ പിന്നെ പുള്ളിയൊക്കെ നല്ല ഒരു പിക്കപ്പ് ലൈനിന്റെ ഒക്കെ ഒരു സീനുണ്ട്. മാൻ, ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് എത്രത്തോളം ഓഡിയൻസിനെ പിടിച്ചിരുത്താം എന്ന് പറയുന്നതിന്റെ ഒക്കെ ഒരു ഉത്തമ ഉദാഹരണം എന്ന് വേണമെങ്കിൽ അതൊക്കെ പറയാം. ശരിക്കും അതെ, ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് നമ്മള് ഇൻസ്റ്റഗ്രാം റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ചില സാധനങ്ങളൊക്കെ സിനിമയിൽ ഒറിജിനൽ സാധനത്തിൽ കൊണ്ടുവന്ന് ഒരു ക്യാരക്ടറിലെ അതിലോട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിട്ട് ഇരുന്ന് ചിരിക്കാം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഇനിയും കാണണം എന്ന് തോന്നുന്ന ഒരു പടം തന്നെയാണ്. കാരണം നമുക്ക് ഇരുന്ന് ഉണ്ട് ആവശ്യത്തിന് അധികം. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മള് അയ്യോ ഇതിനകത്ത് കുറെ ഡയലോഗ് ഉണ്ടല്ലോ, ഇനിയിപ്പോ ഇതൊക്കെ കൂടെ എങ്ങനെ ആലോചിച്ചെടുക്കും, രണ്ടാമത് കണ്ടാലും ചിലപ്പോൾ പേപ്പറും പെന്നൊക്കെ എടുത്ത് വെച്ചിരിക്കണം. കാരണം ഒരു സീൻ വിടാതെ ഫുൾ ഓൺ കോമഡി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ലൈക്ക് ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ, ഹാറ്റ്സ് ഓഫ് ടു പൃഥ്വിരാജ്, ഹാറ്റ്സ് ഓഫ് ടു ബേസിൽ. അത് മാത്രമല്ല, അനശ്വരയും നിഖില വിമലും എല്ലാവരും അവരും ചുമ്മാ ഇങ്ങനെ വന്നു പോണ ക്യാരക്ടേഴ്സ് അല്ല. അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവരും ചെയ്തിട്ടുണ്ട്. പിന്നെ സാഫ് ബ്രോ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലുള്ള സാഫ് ബ്രോ നല്ല വൃത്തിയായിട്ട് പിന്നെ നല്ല ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഒരുപാടൊന്നും ഓവറാക്കാണ്ട് നല്ല കറക്റ്റ് മീറ്ററിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ യോഗി ബാബു ഉണ്ട്. യോഗി ബാബു ഒക്കെ നല്ല, അതായത് അതാ ഞാൻ പറഞ്ഞത്, സിനിമ ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തു നിന്നുള്ള ക്യാരക്ടേഴ്സ്, എല്ലായിടത്തു നിന്നുള്ള
പോലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണ് ഈ കാണിക്കാൻ പോകുന്നത് ഇത് അവസാനം എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിലുണ്ടാവും. അയ്യപ്പനും കോശിയിലും പൃഥ്വിരാജിന്റെ ഡ്രൈവറായിട്ട് വന്ന പിന്നെ രമേശ് കോട്ടയം സർ, പുള്ളി പണ്ട് മുതലേ പൃഥ്വിരാജിന്റെ അച്ഛൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പുള്ളി ഉണ്ട് ടുവേർഡ്സ് ദി എൻഡ്. എനിക്ക് പുള്ളിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എന്തോ എവിടെ ഒരു ആഠ്യത്തുള്ള ഒരു ഭയങ്കര ഒരു സ്ട്രോങ് ക്യാരക്ടറായിട്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പൊ പുള്ളിയുണ്ട്, പിന്നെ നമ്മുടെ ഇർഷാദ് അലി ഉണ്ട്, പിന്നെ അവരൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണ്. കുറച്ച് സ്ക്രീൻ സ്പേസേ ഉള്ളൂ എന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഉള്ള ക്യാരക്ടറിന് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കണമെന്നുള്ളതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് പടങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആരും വെറുതെ വന്നു പോകുന്ന ആൾക്കാരില്ല. ഇച്ചിരി ഒരു ഭാഗത്ത് വന്നു പോകുന്ന ആളാണെങ്കിൽ പോലും അതായത് അവർക്ക് പോലും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു രസം. അപ്പോ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും പോയി കാണണം. യു ഗൈസ് ഹാവ് ടു വാച്ച് ഇറ്റ്. ഗുരുവായൂർ അമ്പലനടയിൽ, വാട്ട് എ മൂവി. ഹാറ്റ്സ് ഓഫ്. അനദർ ബ്ലോക്ക് ബസ്റ്റർ ഓൺ ദ വേ എന്ന് തന്നെ വേണം പറയാൻ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മൂവി റിവ്യൂസും ഷോർട്ട് ഫിലിംസും മ്യൂസിക്കും അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ വേണ്ട കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഡു സബ്സ്ക്രൈബ് ടു ഓപ്പറ ഫ്രെയിംസ്. നമ്മുടെ എന്റർടൈൻമെന്റ് ചാനലാണ്. ഇതൊരു മൂവി റിവ്യൂ ചാനൽ മാത്രമല്ല. ഇവിടെ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് വരുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും വരുന്നുണ്ട് എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട്. സോ പ്ലീസ് ഡു സ്റ്റേ ഇൻ ടച്ച്. നമ്മളിപ്പോ 8,000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തിരിക്കുകയാണ്. ക്ലോസിംഗ് ഇൻ ഓൺ 8,000 സബ്സ്ക്രൈബേഴ്സ്. താങ്ക്സ് എ ലോട്ട് എവ്രി വൺ ഹു ഹാസ് സബ്സ്ക്രൈബ്ഡ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കണ്ടന്റ് ആണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് പറയുക. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹിയർ മോർ ഫ്രം മീ എന്നുള്ളത് പറയുക. ആൻഡ് ഡു സബ്സ്ക്രൈബ്. ഡോണ്ട് forget to like and share as well. Do leave your comments. And this is Gautam here signing off from Opera Frames Chillax the Movie Talk. Bye bye.